قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണുന്നത് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കിലൂടെയാണ്. സാധാരണ നമ്മൾ ഇസ്ലാമിനെതിരെ ഉള്ള വിമർശനങ്ങൾക്കാണ് മറുപടി പറഞ്ഞു പോകാറ്. എക്സ് മുസ്ലിം, ആരിഫ് ഹുസൈൻ, ലിയാഖത്ത് അലി, ജബ്ബാർ മാഷ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇസ്ലാമിനെതിരെയുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ സാധാരണ മറുപടി നൽകാറ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ കൃസംഗികൾ എന്ന് പറയുന്ന അനിൽകുമാർ അയ്യപ്പൻ അതുപോലെയുള്ള ആൾക്കാരുടെ ചില പ്രത്യേക ടോപ്പിക്കുകൾ വരുവാണെങ്കിൽ അതിനും നമ്മൾ മറുപടി പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ കൊടിത്തോട്ടം എന്ന് പറയുന്ന മറ്റൊരു കൃസംഗിക്ക് പ്രവാചകൻ്റെ മാതൃക കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചതിന് 22 ഭാഗങ്ങളായിട്ട് പ്രവാചകൻ്റെ മാതൃകകൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് 22 ഭാഗങ്ങളായിട്ട് ചെയ്ത ഇത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് എക്സ് മുസ്ലിംസ് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള ആരോപണം എന്നുള്ള രീതിയിലല്ല, മറ്റൊരു ക്രിസ്തീയ മേഖലയിലുള്ള ഒരു പാസ്റ്ററിൻ്റെ ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പരാമർശിച്ച കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷിബു പിടിയേക്കൽ എന്നാണ്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ഒരു ചർച്ചിൻ്റെ മുഖ്യ നേതൃത്വം വഹിക്കുന്ന ആളാണ്. ക്രിസ്തീയ സർക്കിളിൽ നല്ല അറിവുള്ള ആളെന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരാളും കൂടെയാണ് അദ്ദേഹം. ഇപ്പം അദ്ദേഹം അടുത്തൊരു ഇൻ്റർവ്യൂ, ഒരു TV അല്ല സൂം മീറ്റിംഗ് ഇൻ്റർവ്യൂവിൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ടോപ്പിക്സ് സംസാരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് ചോദ്യകർത്താവ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ചെയ്ത റെസ്പോൺസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ആധാരം. ഫുള്ള് കണ്ടില്ലെങ്കിലും അവർ തന്നെ ഗ്ലോറിയസ് ഗോസ്പൽ TV തന്നെ ഒരു ചെറിയ ബിറ്റാക്കി ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം വീഡിയോ ആയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കാണുന്നത്. അതിനകത്ത് അദ്ദേഹം ചുരുക്കി പറയുന്നത് അള്ളാഹു എന്നത് അങ്ങനൊരു ദൈവമില്ല, അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ മാത്രം ഉടലെടുത്ത ഒരു ആശയമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തന്നെയാണ് മുഹമ്മദ് നബി, അങ്ങനെ സെപ്പറേറ്റായിട്ടില്ല. അതിന് തെളിവായിട്ട് ഒരു തെളിവും കൂടെ അങ്ങനെ അദ്ദേഹം വയ്ക്കുന്നത് ഇസ്ലാമിൻ്റെ ആരാധനയിൽ അള്ളാഹു മാത്രമല്ല എപ്പോഴും ഈ മുഹമ്മദ് നബിയും കലർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾ ഓപ്പൺ ചലഞ്ച്, ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ തെളിയിക്കുക രണ്ടുപേരും ഒന്നല്ല, വേറെ വേറെയാണെങ്കിൽ ചലഞ്ച് ചെയ്യുക, ഞാൻ വേണമെങ്കിൽ ഇസ്ലാം ആവാം, മുസ്ലിം ആവാം എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരു. എന്റെ അടുത്ത ചോദ്യം, ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അത് എങ്ങനെയാണ് ലഭിച്ചത്? അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹമ്മദിന് ആയത്തുകൾ കിട്ടുക എന്നാണ്. ഇദ്ദേഹം അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഓരോ സന്ദർഭത്തിലും ദൈവിക അരുളപ്പാട് പറയും, ഇന്ന പോലെ അള്ളാഹു അരുളി ചെയ്യുന്നു. ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ ജീവി ലോകത്ത് പ്രപഞ്ചത്തിൽ ഒരിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, മുഹമ്മദിന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. മുഹമ്മദിന്റെ മനസ്സിൽ ആർക്കിയോളജിക്കൽ പരമായി നോക്കുമ്പോ അങ്ങനെ ഒരു തെളിവ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊന്നും അങ്ങനെ ഒരു അള്ളാഹു ഇല്ല. ഈ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ മനസ്സിലാണ് അള്ളാഹു ഇരിക്കുന്നത്, അല്ലെങ്കിൽ അർത്ഥാൽ മുഹമ്മദ് തന്നെയാണ് അള്ളാഹു. അതുകൊണ്ട് മുഹമ്മദിൽ നിന്ന് വേറിട്ടൊരു ആരാധനയില്ലല്ലോ അവർക്ക്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, അവർ മുഹമ്മദിനെ കൂടാതെ ആരാധിക്കണം, ഞാനും ഇസ്ലാം ആകാം. കൗതുകം ഉണർത്തി അദ്ദേഹത്തെ നമ്മൾ ക്ലബ് ഹൗസിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു രസികൻ പോലെ, ഒരു തമാശയിലും നല്ല കലർന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഈ ക്രിസംഗി ടൈപ്പ് മുസ്ലിമുമായിട്ടുള്ള ബന്ധം നോക്കിക്കഴിഞ്ഞാൽ ക്രിസംഗി ടൈപ്പിൽ അങ്ങനെ വൃത്തിയോട് മോശവും പറയുന്ന ആളല്ലെങ്കിലും വല്ലപ്പോഴൊക്കെ ചില സമയങ്ങളൊക്കെ അങ്ങനെ കുറച്ച് വർഗീയപരമായിട്ടൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. അന്നേരം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അദ്ദേഹത്തിന് ഉണർത്തിയിട്ടുണ്ട്, ഇത് പറഞ്ഞ ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു മിശ്രിതമായ ഒരു ആളാണ്. എന്താണ് കറക്റ്റ് നമുക്കും പുള്ളിയുടെ മനസ്സിലുള്ള ആശയം ഇസ്ലാമിനെ കുറിച്ചുള്ള സ്റ്റാൻഡ് എന്താണെന്ന് നമുക്കും മനസ്സിലാക്കാൻ ഇച്ചിരി പാടുണ്ട്. ചില സമയങ്ങളിൽ പ്രവാചകൻ്റെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞ് അതെല്ലാം അദ്ദേഹം പ്രവാചകൻ തന്നെയാണ് എന്ന് പണ്ട് ഒരു മങ്ക് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി എല്ലാം കണ്ടിരുന്നു, അങ്ങനെയും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെയും ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള അദ്ദേഹം അങ്ങനെയൊന്നും പ്രവാചകനൊന്നും അല്ല സ്വന്തമായിട്ട് തന്നെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പല സ്റ്റാൻഡുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതിനാണ് നമ്മൾ മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല മറ്റ് ആ സമയത്ത് അതിന് മുമ്പും പിന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ഇപ്പം അതിന് വിശകലനം ചെയ്യുന്നില്ല, ഈ ഒരു പറഞ്ഞതിന് മാത്രമാണ്. അപ്പം ഇതിനകത്ത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം തന്നെയാണ്. ഇസ്ലാമിലെ ദൈവവിശ്വാസം, അള്ളാഹു ആരാണ്, അള്ളാഹു എന്നുള്ള ഒരു സംഭവം ഇല്ല, ഇവിടെ ഇല്ല, അത് പ്രവാചകൻ മാത്രം പറഞ്ഞ ഒരു സംഭവമാണ് എന്നുള്ള രീതിയാണ് ഇതിൻ്റെ എന്താണ് മെയിൻ പോയിൻ്റ്, അവർ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിൻ പോയിൻ്റ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ക്രിസ്തീയ വിശ്വാസത്തിലെ
ആ ദൈവവിശ്വാസം അതെന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അള്ളാഹു ആരാണ്, അത് പ്രവാചകൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടായ അതാണോ, ലോകത്ത് വേറെ ആർക്കും അറിയാത്തതാണോ അള്ളാഹു എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ പറയുന്നത്, ഒരു കൂട്ടർ പറയുന്നത് യഹോവ എന്നതാണ് അവരുടെ ദൈവം. യഹോവയാണ് ക്രിസ്തീയ ദൈവം, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ദൈവം അവരാണ്. നമ്മൾ യഹോവയാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ പേര് യഹോവയാണ് എന്ന് അവർ പറയുന്ന കാണാം. അപ്പോൾ അവർ അള്ളാഹു ദൈവമല്ല എന്നുള്ള മെയിൻ ക്രൈറ്റീരിയ അവർ കാണിക്കുന്നത് അള്ളാഹു ആർക്കിയോളജിക്കൽ ആയിട്ട് എവിടെ ഇല്ല എന്ന് ഈ ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾ പറയുന്നുണ്ട്. ആർക്കിയോളജിക്കലായിട്ട് എവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് ഒരു പേര് യഹോവ എന്ന പേരിലായിരിക്കണം ദൈവത്തിന് ഉള്ളത്, അതാണ് ദൈവം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർക്കിയോളജി പറഞ്ഞുകൊണ്ട് നമുക്കെന്നെ പറയാം, യഹോവ ആർക്കിയോളജി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അശേര എന്നൊരു ഭാര്യ ഉള്ളതായിട്ട് കാണാം. യഹോവയ്ക്ക് അശേര എന്നുള്ളൊരു ഭാര്യ ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ആർക്കിയോളജി പരമായിട്ട് പോയി കഴിഞ്ഞാൽ അശേരയുടെ ഭർത്താവായ യഹോവ. അപ്പോൾ അങ്ങനെ അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്താണ്, ദൈവത്തിന് ഭാര്യയുണ്ട്, അശേര എന്നൊരു ഭാര്യയുണ്ട്, ക്രിസ്ത്യൻ ദൈവത്തിന് ഭാര്യ, ദൈവം അശേര എന്നൊരു ഭാര്യ ഉണ്ട് എന്ന് അവർ പറയുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്നുവെച്ചാൽ ആർക്കിയോളജി ആണല്ലോ ചോദിക്കുന്നത്. ആർക്കിയോളജിയിൽ നിങ്ങൾ പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആർക്കിയോളജി അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യണ്ടേ, യഹോവ അശേര തന്നെയാണ് വെച്ചാൽ ആ കുഴിച്ചെടുത്തപ്പോഴത്തേക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഒരുപാട് യഹോവയെക്കുറിച്ചുള്ള ദൈവം സങ്കല്പത്തിന് ചേരാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആർക്കിയോളജിയിലും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ പോയിട്ട് കാര്യമില്ല നമുക്ക്. അപ്പോൾ വിശ്വാസം നോക്കണം, വിശ്വാസം ആ ഗ്രന്ഥം എന്ത് പറയുന്നുള്ള നോക്കണം. ആർക്കിയോളജിയിൽ വരാത്ത എന്താണെന്ന് വെച്ചാൽ, ഇനി അള്ളാഹു എന്തുകൊണ്ട് ആർക്കിയോളജിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ, നമ്മളങ്ങനെ ഒരു പേര്, ഒരു അറബിയിലുള്ള പേരാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അറബി വേർഡാണ്. അള്ളാഹുവിന് അറബിയിലാണ് ഒരു പേര് എന്നുള്ള രീതിയിൽ ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാം ഒരു ഗോത്രീയ വിശ്വാസമല്ല, ഒരു അറബിയിൽ മാത്രം നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പേര് അള്ളാഹു എന്നുള്ളത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ ചരാചരങ്ങൾക്കും ദൈവമായ ആൾ തനിക്ക് അറബിയിലോ ഏതെങ്കിലും ഭാഷയിൽ പേര് വയ്ക്കുക ഇല്ല. എല്ലാവർക്കും ഉള്ള ഭാഷയിലും അദ്ദേഹത്തിൻ്റെ പേര് കാണണം. ഇപ്പം സംസ്കൃതത്തിലാണെങ്കിൽ അവരും ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്, അവർക്കും ദൈവത്തിൻ്റെ ജ്ഞാനം ഈ പ്രവാചകൻ മൂലം കിട്ടിയിട്ടുണ്ട്. അതാണ് ഇസ്ലാം പറയുന്നത്. ഖുർആൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ഒരു ദൈവം അള്ളാഹു എന്ന അറബിൽ നമ്മൾ പറയുന്ന അതേ ദൈവത്തെ തന്നെയാണ് അവരുടെ ഭാഷയിൽ മറ്റൊരു പേരിൽ, അല്ലെങ്കിൽ എന്താണ് ഹിരണ്യഗർഭൻ എന്നോ പ്രജാപതി എന്നോ എന്നുള്ള രീതിയിൽ അവരെന്താണോ പേര് ഉപയോഗിച്ചിരുന്നത് അവരുടെ ലാംഗ്വേജിൽ ഭാഷ ഉപയോഗിച്ചാണല്ലോ ആളുകളായിട്ട് സംസാരിക്കേണ്ടത്. അപ്പോൾ ആ ആളുകൾ ഒരു ആ ഭാഷയിൽ ദൈവത്തിന് എങ്ങനെയാണോ പറഞ്ഞത് അതിന് പ്യൂറസ്റ്റ് ഫോം ആയിരിക്കും. ആ വാക്കിൽ കലർപ്പ് കാണില്ല, ദൈവത്തിന് യോജിക്കാത്ത ആട്രിബ്യൂട്ട്സ് അതിനകത്ത് വരില്ല. അങ്ങനത്തെ പേരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും അവരുടെ അള്ളാഹു സംസാരിക്കുന്നത്, ദൈവം സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാ ഭാഷയിലായിട്ടും അത് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ആ പ്രവാചകന്മാർ സംസാരിച്ച ഭാഷയിലാണ് ഞാൻ വേദങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതെല്ലാം ഖുർആൻ്റെ ആയത്തുകളാണ്, ഞാൻ പറയുന്നില്ല, നമ്പർ ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ പറഞ്ഞതായതുകൊണ്ട് ജനറലായിട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എല്ലാ ഭാഷകളിലേക്കും പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ഏകദൈവമായ സൃഷ്ടാവായ ആ പരമ്പൊരുൾ അല്ലെങ്കിൽ സർവശക്തനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് അവരുടെ എല്ലാ മെസ്സേജ് എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ അറബിയിൽ മാത്രം ആ സമയത്ത് പുതിയതായിട്ട് അവർക്കൊരു ദൈവത്തെ പരിചയപ്പെടുത്തി തരാനല്ല പ്രവാചകൻ വന്നത്. മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം ഏത് ദൈവത്തെക്കുറിച്ചാണോ പറഞ്ഞത് അതേ കുറിച്ച് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് അറബി അറിയാവുന്നതുകൊണ്ട് ആദ്യത്തെ പ്രഥമ സംബോധിച്ച അറബ് ജനതയായതുകൊണ്ടും അവർ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ എന്ത് പേരിലാണോ വിളിക്കുന്നത് ആ പേരിൽ തന്നെയാണ് ഖുർആനിൽ അവർ അള്ളാഹു പരിചയപ്പെടുത്തി, ദൈവത്തെ അള്ളാഹു എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കിയോളജിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ യഹോവ എല്ലായിടത്തും വേണം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭൂമിയിലുള്ള എല്ലാ ആളുകളും എവിടെയെല്ലാം ദൈവവിശ്വാസികളായിട്ടുണ്ട് അവിടെ എല്ലാം യഹോവയുടെ ആർക്കിയോളജി കിട്ടണം. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ യഹോവ ആ സർവശക്തനായ ദൈവമല്ല, അല്ലെങ്കിൽ മൊത്ത പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവല്ല, യഹൂദരുടെ മാത്രം ഒരു ഗോത്ര ദൈവമാണ് എന്നാണ് ആർക്കിയോളജി പോലും തെളിയിക്കുന്നത്. യഹോവ വേറെ എവിടെയും ഇന്ത്യയിൽ എവിടെയും ഖനനം ചെയ്ത് യഹോവ എടുത്തിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ല. അതേസമയം ദൈവവിശ്വാസമുള്ള എല്ലായിടത്തും അവരവരുടേതിനകത്ത് ഈവൻ ഗോത്രവർഗത്തിനകത്ത് പോലും അവർക്കൊരു പേര് കാണും. ആഫ്രിക്കനിൽ ഒരു ഗോത്രത്തിൻ്റെ പേര് അറ്റ്നറ്റു എന്നാണ്. അറ്റ്നറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമുക്ക് ഈ മലം പോകാൻ ദേവറുണ്ട് അതില്ലാത്ത ആളെന്നർത്ഥം. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല, സ്വയംഭൂ, അല്ലെങ്കിൽ ആരെ ആശ്രയിക്കാത്തവൻ, ജീവിക്കാൻ സ്വന്തമായിട്ട് നിലനിൽക്കുന്ന ആൾ. നമുക്ക് മനുഷ്യനൊക്കെ ആഹാരം കഴിച്ചാലേ ജീവിക്കാൻ പറ്റില്ല. ആഹാരം കഴിച്ചാൽ അടുത്ത ദിവസം രാവിലെ എവിടെയെങ്കിലും പാറയുടെയോ ചെടിയുടെ ഇടയിൽ പോകേണ്ടി വരും. അതിൻ്റെ ആവശ്യം ദൈവത്തിനില്ല എന്നൊരു ആട്രിബ്യൂട്ടിലാണ് അവർ ഗോത്രക്കാർ അവർ വിശ്വസിച്ചിരുന്നത്. അപ്പം അതൊരു ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് തന്നെയാണ്. നമ്മളെപ്പോലെ ആഹാരം കഴിക്കുന്നതും അല്ലെങ്കിൽ കക്കൂസിൽ പോകാൻ ആവശ്യമുള്ള ഒരു ആൾ ദൈവമായിരിക്കില്ല എന്നത് അവർ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ സ്ഥലത്തും പ്യുവറായിട്ടുള്ള ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഡെഫിനിഷൻസ് ഉണ്ടല്ലോ. ദൈവം എന്താണ്, എന്നെന്ന് ജീവിക്കുന്നവരാണ്, ആദിയില്ല അന്തമില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇടയ്ക്ക് ചുണ്ടായാണെങ്കിൽ പിന്നെ അതിന് മുമ്പുള്ള ആരെങ്കിലും ആയിരിക്കും ദൈവം മരിക്കുന്നുണ്ടെങ്കിൽ അവസാനം ഉണ്ടെന്നർത്ഥം. ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളെന്നുള്ളത് എല്ലാ ദൈവവിശ്വാസ കൺസെപ്റ്റിലും ഉണ്ട്. അങ്ങനെയുള്ള കൺസെപ്റ്റിൽ അവർ ആ ദൈവത്തെയാണ് എല്ലാവരും ആരാധിച്ചിരുന്നത്. അത് തന്നെയാണ് ഖുർആനിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആട്രിബ്യൂട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അള്ളാഹു എന്നുള്ളത്
അറബികൾ അവർ ഈ സർവശക്തനായ ദൈവത്തെ വിളിച്ചിരുന്ന പേരാണ് അള്ളാഹു. അതുകൊണ്ട് ഈ ശിബു പിടിക്കൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹു ആർക്കും അറിയാത്തൊരു ജീവി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല. പിന്നെ ആർക്കിയോളജിയിൽ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്, അതിനെല്ലാം ഉള്ള എക്സ്പ്ലനേഷനാണ് നമ്മൾ തന്നത്. അങ്ങനെ ആ ലൈനിൽ പോയി കഴിഞ്ഞാൽ യഹോവ ഗോത്രദൈവമാവും, അല്ലെങ്കിൽ തന്നെ ഗോത്രദൈവം തന്നെ ആണെന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്, മറ്റേ ആർക്കിയോളജിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അള്ളാഹു അങ്ങനെയല്ല. സർവശക്തനായ ദൈവത്തിന് ഓരോ ലാംഗ്വേജിലും ഓരോ പേര് പറയും. ആ അറബിയിൽ അവർ പറഞ്ഞിരുന്ന അള്ളാഹു. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് വളരെ ക്ലിയർ ഡെഫിനിഷനായി. അള്ളാഹുവിന് പോയി നിങ്ങൾ ഇന്ത്യയിൽ ആർക്കിയോളജിയിൽ തേടരുത്, ഇന്ത്യൻ സ്ക്രിപ്റ്റേഴ്സിൽ അള്ളാഹു ഉണ്ടോ എന്ന് നോക്കരുത്. അദ്ദേഹം സമാനമായ ഭാഷ ഉള്ളത്. അറബിക്ക് മുമ്പ് അറബിക്ക് ഉണ്ടായിരുന്നു, യേശു സംസാരിച്ച ലാംഗ്വേജ് അറബിക്കാന്ന് പറയുന്നത്. അവിടെ എല്ലാം അലാഹ ആ സിമിലർ ആയിട്ടുള്ള വേർഡുകൾ കാണാം. ഈവൻ ഹീബ്രു അറബിക് ബൈബിളിൽ പോലും അവർ അള്ളാഹു എന്നാണ് യൂസ് ചെയ്യുന്നത്. അറബിക് ബൈബിളിൽ ഒരുപാട് അറബിക് ക്രിസ്ത്യൻ പാതിരിമാരും കോപ്റ്റിക് അന്ന് മുതൽ ഇന്നുവരെ താമസിക്കുന്ന ആൾക്കാരുടെ പേരെല്ലാം അള്ളാഹ് എന്നുള്ള പേരുകളൊക്കെ ഇഷ്ടം പോലെ കാണാം. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോകൾ മുഹമ്മദ് ഈസ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ മുഹമ്മദ് ഈസയുടെ ചാനൽ നോക്കുക. അപ്പം പറഞ്ഞു വന്നത് ആ ഭാഷയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹുവിൻ്റെ പേരുകൾ വരിക. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ ഈ വാദം ശരിയല്ല. അള്ളാഹു അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, മുഹമ്മദ് നബി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് അത് ശരിയല്ല. ഇനി ഈ ക്രിസ്ത്യ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് എന്താണ് ഈ ആകെ കൂടെ ഒരു കൺഫ്യൂഷനായി കിടക്കുന്നത്, ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനായി കിടക്കുന്നത് ഈ ക്രിസ്ത്യൻ ഡോക്ടറിനുള്ള ആൾക്കാരാണ്. ദൈവത്തിൻ്റെ പേരിൽ, ദൈവ വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്രയും ഭിന്നിച്ച് കിടക്കുന്നതും ഇത്രയും വൈരുദ്ധ്യമുള്ള ഒരു മതം വേറെ ഒന്നും കാണത്തില്ല. അപ്പോൾ ഹിന്ദുസ് എടുത്തു കഴിഞ്ഞാൽ അവർ അവതാര സങ്കല്പമാണ്. പല സമയങ്ങളിൽ ദൈവം അവതരിച്ച് വരുന്നുണ്ട്, പല പേരിൽ വന്നിട്ടുണ്ട്, അവർ ആൾക്കാരോട് ജീവിച്ചു മരിച്ചുപോയി. അവർക്ക് ഒരൊറ്റ കൺസെപ്റ്റുള്ള, അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. അവരെല്ലാം അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഒരു പരമ്പരകളുണ്ട്, ആ പരമ്പരയിലാണ് അവതാരങ്ങൾ എടുത്ത് വരുന്നത് എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ്, ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ അതില്ല. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ യഹോവ ദൈവമാണെന്ന് പറയുന്ന വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉള്ളപ്പോൾ തന്നെ യഹോവ പിശാചാണ് എന്ന് പറയുന്ന ഗ്രൂപ്പും ക്രിസ്ത്യാനിറ്റി തന്നെ ഉണ്ട്. ഒരു മതത്തിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല. ഒരു ദൈവത്തെ തന്നെ അവർ ആരാധിക്കുന്ന, അവരുടെ ആരാധ്യനെ തന്നെ അവരുടെ മതക്കാർ തന്നെ പിശാചാന്ന് വിളിക്കുന്ന മറ്റൊരു മതവും നമുക്കറിയത്തില്ല ഉണ്ടോ എന്നുള്ളത്. ദൈവമല്ല എന്ന് വേണേൽ പറയാം. പക്ഷേ പിശാചാന്ന് പറയുമോ? യഹോവ പിശാചാന്ന് പറയുന്ന ആൾക്കാരും ഇന്ന് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു. ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ തന്നെ ക്രിസ്ത്യൻ ബൈബിൾ വായിച്ച് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അതേ യഹോവ ദൈവമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഗതികേട് ഒരു മതത്തിനും വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒരിടത്ത് എത്താൻ പറ്റാത്തത്. ഒരു ദൈവസങ്കല്പത്തിനകത്ത് അവർക്ക് ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഇസ്ലാമിൽ നോക്കുമ്പോഴത്തേക്ക് വളരെ നല്ല തെളിമയാർന്ന, ഒരു ലോജിക്കിനും എഗെയിൻസ്റ്റ് അല്ലാത്ത, ഒരു ദൈവത്തിന് വേണ്ട എന്തെല്ലാം സവിശേഷതകളുണ്ടോ അതെല്ലാം എല്ലാ സവിശേഷ ഗുണങ്ങളും ആ ദൈവത്തിന് ചേർന്ന് നടക്കാണ് ഇസ്ലാമിലെ ദൈവം വിശ്വാസം പറഞ്ഞിരിക്കുന്നത് ഖുർആനിൽ. അത് കാണുമ്പോൾ അവർക്ക് ഒരുമാതിരി ഇറിറ്റേഷൻ ആവുന്നതുകൊണ്ടാണ് ഈ അവർ തെറി വിളിക്കാനും പ്രവാചനം മോശമാക്കി കാണിക്കാനും എങ്ങനെയെങ്കിലും ഇതിനെ കള്ളം പറഞ്ഞില്ലാതാക്കാനൊക്കെ ഈ ക്രിസ്ത്യൻകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ ക്രിസ്ത്യാനിറ്റിയിലെ ദൈവസങ്കല്പം ഇത്രയും ഒരു വളരെ ഗതികേടലായ ഒരു വിശ്വാസമാണ്. ഒരു ദൈവത്തെ തന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ അതേ ദൈവത്തെ പിശാചാന്നും മറ്റ് ദൈവത്തെ ദൈവമെന്നും പറയുന്ന ഒരു സന്ദർഭം, ഒരു സ്ഥിതിവിശേഷം. അതുപോലെ തന്നെ ബൈബിളിൽ നോക്കിയാലും അറിയാം. 2 സാമുവൽ 24:1 ഡേവിഡിനെ പോയിട്ട് ജനസംഖ്യ കണക്കൂട്ടം പറയുന്നുണ്ട്. അത് ദൈവമാണ് പറഞ്ഞതെന്ന് 2 സാമുവൽ 24:1 കാണും. അതേസമയം ജനസംഖ്യ കണക്കെടുക്കാൻ ഡേവിഡിനെ പറഞ്ഞത് സാത്താനാണെന്ന് 1 ക്രോണിക്കിൾസ് 21:1 കാണാം. അപ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും സാത്താനും ദൈവം ഒന്നാന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് അവർക്ക് എവിടെയും പിടികിട്ടുന്നില്ല. ദൈവവിശ്വാസം പോലും ശരിയില്ലെങ്കിൽ പിന്നെ ആ ഒരു മതം എന്തിനു കൊള്ളാമെന്ന് നിങ്ങൾ ആലോചിക്കുക. ദൈവവിശ്വാസം എന്താണെന്ന്, ദൈവം എന്താണെന്ന് ക്ലിയറായിട്ട് പറയാൻ പറ്റാത്തൊരു മതം ബാക്കി എന്ത് പറയാനാണ് അതിനകത്ത്? അപ്പോൾ ഇത് ആൾക്കാർ കൂട്ടിച്ചേർത്ത് തുന്നിച്ചേർത്തുണ്ടാക്കിയ ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. ക്രിസ്ത്യാനിറ്റിയുടെ ദൈവവിശ്വാസം തന്നെ. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണം, ബൈബിളിൻ്റെ കാര്യങ്ങളും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് എന്താണ് അതിനകത്തുള്ള കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് പഴയ ഇതിനകത്ത്. അതിലേക്കൊന്നും പോകുന്നില്ല. ഇനി അതുപോലെ തന്നെ മനുഷ്യനാണ് ദൈവം എന്ന് പറയും. യേശു ഈസാ നബി നമുക്കൊരു പ്രവാചകനാണ്, ഒരു മനുഷ്യനാണ്. അവരത് ദൈവമാക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രിനിറ്റി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരും. 3 ദൈവം എന്ന് പറയും, പിന്നെ 3 അല്ല 1 പറയും, 1-ൽ 3 പറയും, 3-ൽ 1 പറയും. ആകെ കൂടെ കൺഫ്യൂഷനാണ്. യേശു എന്നുള്ളത് ഒരു സ്ത്രീയുടെ ഗർഭത്തിലാണ് ജനിച്ചത്, മറിയം ബീവി നമ്മൾ പറയുന്നത്. അവർ മേരി എന്ന് പറയും. ഗർഭാശയത്തിൽ ആണ് ഉണ്ടായതെങ്കിൽ ആ സമയത്ത് മനുഷ്യത്വം ഉണ്ടായിരുന്നോ? മേരിയിൽ നിന്നും എന്തെങ്കിലും സ്വീകരിച്ചു എന്നൊരു ആൾക്കാർ, സ്വീകരിച്ചില്ല എന്നൊരാൾക്കാർ. എന്നിട്ട് പച്ചയ്ക്ക് തെറി വിളിക്കുക. ഈ മേരി എന്ന് അവരുടെ ദൈവമാതാവെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്ന ആ സ്ത്രീയെ മറ്റൊരു ഗ്രൂപ്പുകാർ പച്ചയ്ക്ക് തെറി വിളിക്കുക. ഇസ്ലാമിലൊന്നും അങ്ങനെ ഒരു ഇതുമില്ല. ഇവരെല്ലാം കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു തെറിയും വിളിക്കുന്നതിലൊന്നുമില്ല. ആരാണ് മറിയം ബീവി? ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു, കുലീനായ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു, അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ ഒരു സ്പെഷ്യൽ കൽപ്പനയാൽ ഉണ്ടായ ഒരു പുത്രനാണ്, പിതാവില്ലാതെ ഉണ്ടായ പുത്രനാണ് ഈ യേശു എന്ന് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അത് ഉണ്ടായ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, സെപ്പറേറ്റ് ഒരു വീഡിയോയിലാക്കാം. ഞാൻ പറഞ്ഞത് ഇസ്ലാം അത് ക്ലിയറായിട്ട് പറയുന്നു. പക്ഷേ അവർ ആകെ കൂടെ കൺഫ്യൂഷനായിട്ട് എന്താണ് ഏതാണ് മനുഷ്യത്വം ഉണ്ടോ ദൈവത്വം ഉണ്ടോ എന്നൊക്കെ ഇനി ഇത്രയും ചർച്ച വരാൻ കാരണം നിങ്ങളുടെ ബേസിക്സ് ശരിയല്ല. നിങ്ങൾ ഒരു മനുഷ്യനെ ദൈവമാക്കിയതിൻ്റെ കുഴപ്പങ്ങളാണ്. അതുപോലെ മരിച്ചത് ആരാണ്, ദൈവമാണോ മനുഷ്യനാണോ, അതൊരു ഡിബേറ്റാണ്. ചിലർ മനുഷ്യനാണ്, മനുഷ്യരൂപത്തിൽ മരിച്ചു, ചിലർ ദൈവരൂപത്തിൽ മരിച്ചു, ദൈവത്തോട് മരിച്ചു. അപ്പോൾ ഒരാൾ ചോദിക്കുന്നത് ദൈവം മരിക്കുമോ?
അപ്പോൾ ചിലർ പറയും ഇല്ല ദൈവം ആ സമയത്ത് വിട്ടുപോയി, അതങ്ങനെ വിട്ടുപോയി, അപ്പം മരിച്ചു പോയോ, ദൈവം ആ സമയത്ത് വിട്ടുപോയെങ്കിൽ അത് ദൈവമായിട്ടല്ലേ മരിക്കേണ്ട, എന്നാലേ പാവങ്ങൾ പോകത്തുള്ളൂ. ഇങ്ങനെ ഓരോ സെൻറ്റൻസിലും ഒരു 100 വൈരുദ്ധ്യങ്ങൾ ദൈവവിശ്വാസത്തിൽ തന്നെ. അപ്പോൾ അതാണ് പറഞ്ഞത്, ആ ഒരു ദൈവവിശ്വാസത്തിനകത്ത് ഇത്രയും ഗതികെട്ട ഒരു വിശ്വാസം ക്രിസ്ത്യാനിറ്റി അല്ലാതെ വേറെ ആർക്കും ഇല്ല. ഇസ്ലാം അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അവരുടെ ശ്രദ്ധ കംപ്ലീറ്റ് ഇസ്ലാമിലായിട്ടുണ്ട്, പക്ഷേ അംഗീകരിക്കുന്നില്ല അവർ. എല്ലാ ഈ ചർച്ചകളിലൊക്കെ ഇസ്ലാം കയറി വരാൻ കാരണം അവർക്കറിയാം അവരുടെ ഇതിനകത്ത് മൊത്തത്തിൽ കുഴപ്പമാണെന്നുള്ളത് അറിയാം. പക്ഷേ അതേസമയം ഇപ്പുറത്ത് ഒരു ഗ്രൂപ്പ്, ഒരു റിലിജൻ ക്ലിയർ ആയിട്ട് ആർക്കും സിമ്പിളായിട്ട് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഏകനാണ്, അത്രേ ഉള്ളൂ. 3 ഇല്ല, 3 ഇല്ല, അങ്ങനെ മനുഷ്യനുമല്ല, മനുഷ്യൻ്റെ അവതാരവും ഇല്ല, ഒന്നുമില്ല. ആ സർവശക്തനായ എന്ത് ഡിഗ്നിറ്റി കൊടുക്കണോ, എന്ത് റോയൽ പ്ലേസ് കൊടുക്കണോ, അത്രയ്ക്ക് ഉന്നതിയിൽ വെച്ച് ആ ദൈവത്തെ ആ ഉന്നതിയിൽ തന്നെ നിന്ന് ആരാധിക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ ഇത്. അതിനകത്ത് യാതൊരു കൺഫ്യൂഷൻ ഇല്ല എന്നുള്ളത് അറിയാം. അപ്പോൾ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇപ്പോൾ അള്ളാഹു ആണല്ലോ പ്രശ്നം, അള്ളാഹു ഒരു ദൈവം അല്ല, അല്ലെങ്കിൽ ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞതിന് ആ ഒരു ഇത് മാത്രം ഞാൻ കുറച്ച് ഖുർആൻ്റെ ആയത്തുകളെടുത്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അള്ളാഹു എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമേ ഖുർആൻ പറഞ്ഞല്ലോ, ശുഭ പിടിക്കൽ അദ്ദേഹത്തിന് ആയത്ത് അരുളപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ആദ്യമേ ഈ ദൈവത്തിൽ നിന്ന് വെളിപാട് വന്നപ്പോൾ ഫസ്റ്റ് ബേസിക് വെളിപാടെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, ആ സൃഷ്ടാവിന് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഇത് ബൈബിളിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ദൈവം ഒരാളാണ്, അവരെ മാത്രം ആരാധിക്കാവുന്ന. യേശു പറഞ്ഞായിട്ടെല്ലാം ഒരുപാട് കാണാം, ഏക ദൈവം മാത്രമാണ്, പൂർണ്ണ ഹൃദയത്തോട് അദ്ദേഹത്തെ മാത്രം ആരാധിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അന്യ ദൈവങ്ങളെ ആരാധിച്ചാൽ നിങ്ങൾ അവരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുണ്ട്. അത് പിന്നെ അവർക്ക് തെറ്റിപ്പോയത് യഹോവ എന്നുള്ള രീതിയിലായിട്ട് അവർ പോയതുകൊണ്ടാണ്. അല്ലാതെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളത് അതേ കൺസെപ്റ്റിനാണ് മുഹമ്മദ് നബിയും പറഞ്ഞത്. അപ്പോൾ ആ പ്രപഞ്ച സൃഷ്ടാവിന് അള്ളാഹു എന്ന പേരാണ് മുഹമ്മദ് നബി ഉപയോഗിച്ചത്, ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഷിബു പിടിക്കൽ പറയുന്ന പോലെ അള്ളാഹു ആർക്കും അറിയാത്തൊരു സംഭവമാണ്, പ്രവാചകൻ്റെ മനസ്സിൽ മാത്രം ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ആ അറബികൾ ഫസ്റ്റ് ഇത് കേൾക്കുന്ന ആ പ്രഥമ സംബോധിതർ അദ്ദേഹത്തിൻ്റെ സംബന്ധത്തിലുള്ളവർ ചോദിക്കേണ്ടത് ആരാണ് ഈ അള്ളാഹു, താങ്കൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ, ഇത് പുതിയതായിട്ടാണല്ലോ ഒരാളെക്കുറിച്ച് കേൾക്കുന്നത് ഇങ്ങനെ എന്ന് അവർ ചോദിക്കേണ്ടത്. അവർ ചോദിച്ചില്ല അള്ളാഹു ആരാന്ന് അവർ ചോദിച്ചില്ല. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി അറിയാം, പ്രവാചകൻ്റെ പിതാവിൻ്റെ പേര് തന്നെ അബ്ദുള്ള എന്നായിരുന്നു, അള്ളാഹുവിൻ്റെ അടിമ എന്നായിരുന്നു. അപ്പോൾ അള്ളാഹു ആരാന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അവരുടെ അടുത്ത് പോയിട്ട് പ്രവചനം പറഞ്ഞ് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ പ്രപഞ്ച സിസ്റ്ററിനോട് കൂടെ ചേർത്ത് മറ്റ് വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുന്നു, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ സൃഷ്ടിച്ച ചില ബിംബങ്ങളെ ആരാധിക്കുന്നു, ചില ആളുകളെ ആരാധിക്കുന്നു, അവർക്ക് ദിവ്യത്വം നൽകുന്നു, അവരോട് പോയി പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ശരിയല്ല, അവർക്കൊന്നും ആ കഴിവില്ല. നിങ്ങളുടെ കൈ കൊണ്ട് ചെയ്ത ഒരു കല്ലിന് മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റത്തില്ല, നിങ്ങൾ പുണ്യവാന്മാരെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പറ്റത്തില്ല. ആ എല്ലാ പവറും അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞതാണ് തമ്മിലുള്ള വ്യത്യാസം. ഈ അറബികൾക്കും ഈ ഖുറൈശികൾ എതിർത്തു അവിടെ നിന്ന് പ്രവചനം പീഡിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിട്ടെന്ന് പറഞ്ഞതിൻ്റെ റീസൺ കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു പുതിയ ദൈവം പറഞ്ഞോളൂ, ഇനി താങ്കൾ എന്താണ് പുതിയ ദൈവത്തെ ഞങ്ങൾ ഇടയിൽ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചത് കൊണ്ടല്ല. അള്ളാഹുവിന് അവർക്കറിയാം, അത് അവർ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു മാത്രമാണ് ദൈവം. ഞങ്ങൾ കാലാകാലമായിട്ട് ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിക്കുന്ന പല ദൈവങ്ങളും നീ ഇല്ല എന്ന് പറയുന്നത് എന്നാണ് അവരുടെ ചോദ്യം ഉണ്ടായത്. അപ്പം ഈ ശിബു പിടിക്കൽ പറഞ്ഞത് ശരിയല്ല, പ്രവാചകൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് അല്ല അള്ളാഹു, അവർക്കറിയാവുന്നത് തന്നെയാണ്. ഇനി അള്ളാഹു ആരാണെന്നും അവർ ക്ലിയറായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ അവർ ക്ലിയറായിട്ട് പറയും, നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അറബികൾ പറയും ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴയും വെള്ളവും എല്ലാം ഇറക്കി തരുന്ന ആരാണ്? അത് അള്ളാഹു ആണെന്നവർ പറയും. നിങ്ങൾക്ക് അന്നം നൽകുന്ന ആരാണ്? അള്ളാഹു ആണ്. നിങ്ങളുടെ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്ന ആരാണ്? അത് അള്ളാഹു ആണ്. ഇതെല്ലാം അവർ വിശ്വസിച്ചത് തന്നെയാണ്. ഒരു പ്രപഞ്ച സൃഷ്ടാവായിട്ട് തന്നെയാണ് അന്നത്തെ അറബികൾ അത് ഇന്നും ഒരു ദിവസം കൊണ്ടുണ്ടായ വിശ്വാസമല്ല, പണ്ട് മൂലേ ഉണ്ട്. പക്ഷേ അതിനകത്ത് കലർന്നു പോയി. ആ അള്ളാഹുവിന് മാത്രം ആരാധിക്കേണ്ട സ്ഥലത്ത് അവർ മറ്റ് വസ്തുക്കളെയും സൃഷ്ടികളെയും ആരാധിച്ചു എന്നതാണ് അവിടെ നടന്ന ഒരു തെറ്റ്. അല്ലാതെ അള്ളാഹുവിനെ പുതിയ ഒരു സംഭവമായിട്ടല്ല അവിടെ അവതരിപ്പിച്ചത്. ഈ ഒരു ഒറ്റ പ്രൂഫ് മതി ശിവപിടിക്കൽ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത്. അവർ വിശ്വാസം നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനാണെന്ന് വിശ്വസിച്ചു, അള്ളാഹു അവരെ സൃഷ്ടിച്ചു എന്ന് അവർ വിശ്വസിച്ചു. ആകാശഭൂമിയുടെ സൃഷ്ടിച്ചത് ആരാന്ന് വെച്ചാൽ അത് അള്ളാഹു എന്ന് പറയും. സൂര്യനെ ചന്ദ്രനെയും അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് അള്ളാഹു എന്ന് പറയും. ആകാശത്ത് നിന്ന് മഴ ഇറക്കുന്ന ആരാന്ന് വെച്ചാലും മഴ ഇറക്കി ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളപ്പിക്കുന്ന ആരാണ്? അത് അള്ളാഹു എന്ന് പറയും. അല്ലാതെ അവരുടെ കുട്ടി ദൈവങ്ങളല്ല അവർ വിശ്വസിച്ചിരുന്നത്. എല്ലാ വസ്തുവിൻ്റെ ആധിപത്യം ആരാന്ന് വെച്ചാൽ അത് അള്ളാഹുനാന്ന് പറയും. പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റ് ഈ വസ്തുക്കളെല്ലാം ആരാധിക്കുന്നത് ചോദിച്ചാൽ പറയും അത് ഞങ്ങൾ അള്ളാഹുവിനോട് ചേർത്ത് വയ്ക്കും, ശുപാർശ ചെയ്യും. അത് ഡയറക്റ്റ് അള്ളാഹു എന്ന് പറഞ്ഞാൽ വലിയ പവർഫുൾ ആളല്ലേ, നമുക്ക് ഡയറക്റ്റ് നമ്മൾ പാപികളാണ്, നമ്മളിപ്പോൾ നേരെ ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഞങ്ങൾ വെച്ചേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും, അവർ അള്ളാഹുവിനെ അവനോട് ചേർത്ത് വയ്ക്കും, ഞങ്ങളെ അടുപ്പിക്കും എന്ന് വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പം ഇതിന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഖുർആൻ ആയത്തുകൾ ഓടിച്ച് പറഞ്ഞു പോകാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഖുർആൻ്റെ 43:187 ആരാണ് അവരെ സൃഷ്ടിച്ചത് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു എന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ വ്യതിചലിക്കപ്പെടുന്നത്? ഖുർആൻ്റെ 43:187. അപ്പോൾ ഖുർആനകത്ത് അള്ളാഹു പറയാണ്, പോയി അവരോട് ചോദിക്കുക, ഖുറൈശികളോട് ചോദിക്കുക, ആരാണ് നിങ്ങൾ സൃഷ്ടിച്ചത്? അള്ളാഹു ആണെന്ന് ആൻസർ പറയും. ഈ ഖുർആൻ ആയത്ത് അവിടെ ഉണ്ട്, അവിടെയുള്ള അറബികൾക്കെല്ലാം അറിയാം.
ഇത് അങ്ങനെ അല്ലെങ്കിൽ അവർ എതിർത്തരുത്. അത് ഞങ്ങൾക്ക് അറിയാത്ത ദൈവത്തിനാണോ നീ പറയുന്നത് അവർ ചോദിച്ചില്ല. കറക്റ്റാണ്. അവർ അള്ളാഹു സൃഷ്ടിക്കുന്നത് അവർ തന്നെ സമ്മതിക്കും. അതുകൊണ്ട് തിരിച്ച് അള്ളാഹു ചോദിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് വ്യതിചലിച്ച് പോകുന്നത്, നിങ്ങൾ എങ്ങനെ വ്യതിചലിച്ച് പോകുന്നു? അള്ളാഹു സൃഷ്ടിച്ചാൽ നിങ്ങൾ പറയുന്നു, പക്ഷേ ആരാധനയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ മറ്റാൾക്കാരെ ആരാധിക്കുന്നു. ഇതെങ്ങനെ ശരിയാവും, നിങ്ങൾ എങ്ങനെയാണ് വ്യതിചലിച്ച് പോകുന്നത് എന്ന് അവർ ചോദിക്കുകയാണ് അള്ളാഹു ഖുർആനിൽ. ഇതൊക്കെ ഖുർആനിൽ ആയത്ത് നിങ്ങൾക്ക് നോക്കാം. 43:9 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും പ്രതാപിയും സർവജ്ഞനുമായിട്ടുള്ളവനാണ് അവയെ സൃഷ്ടിച്ചതെന്ന്. 43:9. അടുത്തത് 31:25 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന് പറയുക. അള്ളാഹുവിന് സ്തുതി. പക്ഷേ അവർ അധികം പേര് മനസ്സിലാക്കുന്നില്ല. അള്ളാഹു ആണെന്ന് പറയുന്ന ആകാശം ഭൂമി സൃഷ്ടിച്ച അള്ളാഹു എന്ന് പറയുന്നത്, പക്ഷേ അത് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുപോലെ 39:38 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയുക അള്ളാഹു എന്ന് നീ പറയുക. എങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് വല്ല ഉപദ്രവം വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്ക് അവൻ്റെ ഉപദ്രവം നീക്കാൻ ചെയ്യാനാകുമോ? അല്ലെങ്കിൽ അവൻ എനിക്ക് വല്ല അനുഗ്രഹം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവയ്ക്ക് അവൻ്റെ അനുഗ്രഹം പിടിച്ച് വയ്ക്കാനാകുമോ? പറയുക എനിക്ക് അള്ളാഹു മതി, അവൻ്റെ മേലാകുന്നു ഭാരമേൽപ്പിക്കുന്നത്. അപ്പോൾ തിരിച്ചവരോട് ചോദിക്കണം, നിങ്ങൾ പറയുന്നു ആകാശം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു എന്തെങ്കിലും ഒരു തിന്മ ഉദ്ദേശിച്ചാൽ അത് അവരെ കൊണ്ട് നീക്കി കളയാൻ പറ്റുമോ? അല്ലെങ്കിൽ അള്ളാഹു എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ അത് പിടിച്ചു വയ്ക്കാൻ അവർക്ക് പറ്റുമോ? പറ്റത്തില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന മെസ്സേജ് പിന്നെയും കൊടുക്കുകയാണ്. അതുപോലെ 29:63 ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും ഭൂമി നിർജ്ജീവമായി കിടന്നതിന് ശേഷം അതുമൂലം അതിന് ജീവൻ നൽകുകയും ചെയ്തത് ആരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു എന്ന് പറയുക. അള്ളാഹുവിൻ്റെ സ്തുതി. പക്ഷേ അവരിൽ അധികം പരിചലിച്ച് മനസ്സിലാക്കുന്നില്ല. അതെല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആരാണ് ഈ ഭൂമി വെള്ളം ഇറക്കുന്നത്, ഈ ഭൂമിയിൽ നിന്നും ഈ സാധനങ്ങൾ ചെടികളെ മുളപ്പിക്കുന്ന ആരാണെന്ന് വെച്ചാൽ അള്ളാഹു എന്ന് പറയും. പക്ഷേ ആരാധന വിഷയം വരുമ്പോൾ മാറിക്കളയുന്നു. അപ്പോൾ ഈ പുതിയൊരു സംഭവം ശിവപീഠികയിൽ പറയുന്ന പോലെ പ്രവാചകൻ്റെ മനസ്സിൽ മാത്രം ഉദിച്ച ഒരു സംഭവം അല്ല അള്ളാഹു എന്നുള്ളത്. അറബികൾക്ക് നല്ലപോലെ അറിയാം. അള്ളാഹു സർവശക്തനാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, അവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അവർക്ക് ഉപജീവനം നൽകുന്ന അള്ളാഹുവാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ കൂട്ടത്തിൽ അവർ മറ്റാൾക്കാരെയും ആരാധിച്ചു. അതാണ് ഇതിനകത്ത് ആയത്തിലും പറഞ്ഞു കാണിക്കും. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ഒരു സമയത്ത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് അള്ളാഹുവാണ് സർവശക്തൻ, അള്ളാഹുവാണ് ഏക ദൈവം എന്നുള്ളത്, ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത് അറിയാം. എല്ലാം സൃഷ്ടിക്കുന്ന സൃഷ്ടാവ് ഒന്നല്ല കാണും, രണ്ട് സൃഷ്ടാവ് കാണത്തില്ലല്ലോ. ആ കൺസെപ്റ്റ് സെപ്പറേറ്റ് ആണ്. രണ്ട് സൃഷ്ടാവില്ല എന്നുള്ളത് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഖുർആൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത് നിങ്ങളിപ്പോൾ മറ്റുള്ളവരെ ഇത് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അതുപോലെ 29:61 ഖുർആൻ 29:61 ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തുകയും ചെയ്ത ആരാണെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? എല്ലാവരും അറിയാം ആരാണ് സൂര്യനെ ചെന്ന് സൃഷ്ടിച്ചത്, അതിനെ നിയന്ത്രിക്കുന്ന ആരാണ്, അതിനെ അധീനപ്പെടുത്തി വെച്ചേക്കുന്നതാണ്, അത് അള്ളാഹുവാണ്. അവർക്കറിയാത്ത ദൈവമല്ല, അവർക്കറിയാം ഈ സർവശക്തനായ ദൈവം തന്നെയാണ് അള്ളാഹു എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അടുത്തത് 23:88 നീ ചോദിക്കുക എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ഒരുവൻ്റെ കൈവശത്തിലാണ്, അവൻ അഭയം നൽകുന്നു, അവനെതിരായി അഭയം ലഭിക്കുകയില്ല. അങ്ങനെയുള്ളവൻ ആരാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. അടുത്ത വചനം 23:89 അവർ പറയും അതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. നീ ചോദിക്കുക പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മായാവലയത്തിൽ പെട്ടുപോകുന്നത് എന്ന് ക്ലിയർ ആയിട്ട് ഒരു ആൻസർ പറയാൻ നോക്കുക. എല്ലാ വസ്തുക്കളുടെ ആധിപത്യം ഒരുവൻ്റെ കൈവശത്തിലാണ്, അവൻ അഭയം നൽകുന്നു, അവനെതിരായി അഭയം ലഭിക്കില്ല. അഭയം നൽകുന്നത് അവനാണ്, അവൻ എതിർത്തോണ്ട് ഒരു അഭയവും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നത് അള്ളാഹു ആണെന്ന്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഏത് മായാജാലത്തിലാണ് പെട്ടുപോയത്? ശിവ പിടിക്കുന്നതോട് നമ്മൾ അത് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങളുടെ മുമ്പിൽ ഇസ്ലാം പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഏത് വലയത്തിൽ പെട്ടിട്ടാണ് ഇത്രയും സങ്കീർണമായ അല്ലെങ്കിൽ ഇത്രയും വൈരുദ്ധ്യങ്ങളുള്ള ഒരു ക്രിസ്ത്യൻ ഡോക്ടറിൻ്റെ പുറകിൽ നിങ്ങൾ പോകുന്നത്? എന്താണെന്ന് അതേ ചോദ്യം നമ്മൾ ശിവ പിടികളിലൂടെ കൂടെ ചോദിക്കുകയാണ് ഈ തരുണത്തിൽ. ഓക്കെ, അടുത്തത് 23:84 നബിയെ ചോദിക്കുക ഭൂമിയും അതിലുള്ളതും ആരുടേതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. അവർ പറയും അള്ളാഹുവിൻ്റെതാണെന്ന്. നീ പറയുക എങ്കിൽ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? ഖുർആനിൻ്റെ 84 23:84-85 എല്ലാം അള്ളാഹുവിൻ്റെയാണെന്ന് പറയുന്നു. എല്ലാ വസ്തുക്കളുടെ അധികാരം അള്ളാഹുവിനാണ്. പിന്നെ നിങ്ങൾ എന്തിനും അവർ ആരാധിക്കും? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല? നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന തമ്മിൽ നിങ്ങൾ മനസ്സിലുള്ളതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്നുള്ളത്. അതുപോലെ 10:31 ഖുർആൻ 10:31 പറയുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ്? അതല്ലെങ്കിൽ കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തുന്ന ആരാണ്? ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതും ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതും പുറപ്പെടുവിക്കുന്നതും ആരാണ്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ആരാണ്? അവർ പറയും അള്ളാഹു എന്ന്. അപ്പോൾ പറയുക എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി ആൾക്കാരെ കട്ടി വേറെ ആരെ കട്ടി ക്ലിയറായിട്ട് ആ പ്രപഞ്ച സൃഷ്ടാവ് ആരാണെന്ന് അവർ പ്രേക്ഷകർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവർക്കറിയാം അള്ളാഹുവാണ്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് തന്നെ അവർ മറ്റുള്ളവരെ ആരാധിക്കും. നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷ്മത പാലിക്കുന്നില്ല എന്ന് അള്ളാഹു തിരിച്ച് ചോദിക്കണം അവരുടെ അടുത്ത്. അതുപോലെ 10:32 ഖുർആനിൻ്റെ 10:32 അവനാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹു എന്നിരിക്കെ യാഥാർത്ഥ്യമായുള്ളതിന് പുറമെ വഴികേടല്ലാതെ എന്താണുള്ളത്? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? അവനാണ് യഥാർത്ഥ അള്ളാഹു എന്നുള്ളപ്പോൾ നിങ്ങൾ വഴി തെറ്റിപ്പോയി മറ്റ് വസ്തുക്കൾ ആരാധിക്കുന്നത് എന്തിനാണ്? മറ്റ് മനുഷ്യരെ ആരാധിക്കുന്നത് എന്തിനാണ്? അതുപോലെ 6:63 പറയുക ഇതിൽ നിന്നും വിപത്തിൽ നിന്നും അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് നിങ്ങൾ താഴ്മയോടും രഹസ്യമായും പ്രാർത്ഥിക്കുന്നു. സമയത്ത് കരയിലെയും കടലിലെയും അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ആരാണ്? അപ്പം നിങ്ങൾ
അള്ളാഹു തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് രക്ഷപ്പെടുത്തിയാൽ, അത് കടലിലൊരു അകപ്പെട്ട് കഴിഞ്ഞാൽ, കടലിലൊരു അപകടത്തിൽപ്പെട്ടു, വലിയൊരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ നീ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിച്ചാൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്ന് നിങ്ങൾ പറയുക. അള്ളാഹുവാണ് അവയിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ അവനെ പങ്കു ചേർക്കുന്നല്ലോ. അപ്പം അങ്ങനെയുള്ള അത്യാപൽപരമായ ഘട്ടത്തിൽ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ മറ്റാൾക്കാരെ പ്രാർത്ഥിക്കും. അപ്പോൾ അതാണ് അള്ളാഹു 6:63 6:64 പറയുന്നത്. അതുപോലെ 6:40 പറയുക, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ അല്ലെങ്കിൽ അന്ത്യസമയം നിങ്ങൾക്ക് വന്നെത്തിയാൽ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമോ? പറയൂ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. 6:41 ഇല്ല, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിൻ്റെ പേരിൽ നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതവൻ ദൂരീകരിച്ച് തരുന്നതാണ്. നിങ്ങൾ അവനോട് പങ്കു ചേർത്തവേ നിങ്ങൾ അപ്പോൾ മറന്നുകളയും. അപ്പം അതായത് അന്ത്യനാൾ വരുന്ന സമയത്ത്, അത് ഭീമകരമായ ഒരു ശിക്ഷ വരുന്നു ഭവിച്ചാൽ നിങ്ങൾ ആരെ വിളിക്കുന്നത് വെച്ചാൽ അള്ളാഹുവിനെ വിളിക്കത്തുള്ളൂ. ആ സമയത്ത് നിങ്ങൾ മറ്റു കുട്ടി ദൈവങ്ങളെ വിളിക്കത്തില്ല, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിൽ നിന്നും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവൻ ദൂരീകരിച്ച് തരുന്നതാണ്. നിങ്ങൾ പങ്കു ചേർക്കുന്നവയെ നിങ്ങൾ മറന്നുകളയും. ആ ഒരു വലിയൊരു അപകടം വരുമ്പോഴത്തേക്ക് ഈ കുട്ടി ദൈവങ്ങളെ നിങ്ങൾ മറക്കും. അള്ളാഹു അല്ലാതെ ആൾക്കാരെ വിളിച്ച ആ കുട്ടി ദൈവങ്ങളെ അല്ലെങ്കിൽ ആ മനുഷ്യരെ, മഹാന്മാരെ അവർ മറന്നുകളയും. വലിയ ദുരിതം വരുമ്പോൾ അള്ളാഹു തന്നെയാണ് അവർ വിളിക്കുന്നത്. ഇതെല്ലാം ഈ ഖുർആനിലുള്ള ആയത്താണ്. ഈ ഖുറൈശികളുടെ മുമ്പിൽ തന്നെയാണ് ഇത് ഓതിയതും അവരാരും ഇത് ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഓർക്കുക. 10:22 അവനാകുന്നു കരയിലും കടലിലും നിങ്ങൾ സഞ്ചാര സൗകര്യം നൽകുന്നത്. അങ്ങനെ നിങ്ങൾ കപ്പലുകളിലായിരിക്കുകയും നല്ല ഒരു കാറ്റ് നിമിത്തം യാത്രക്കാരെയും കൊണ്ട് അവർ സഞ്ചരിക്കുകയും അവരതിൽ സന്തുഷ്ടരായിരിക്കുകയും ചെയ്തപ്പോഴതാ ഒരു കൊടുങ്കാറ്റ് അവർക്ക് വന്നെത്തി. എല്ലായിടത്തു നിന്നും തിരമാലകൾ അവരുടെ നേർക്ക് വന്നു. തങ്ങൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവർ വിചാരിച്ചു. അപ്പോൾ കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് അവർ പ്രാർത്ഥിച്ചു, ഞങ്ങൾ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പക്ഷം തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പം വലിയൊരു അപകടം വരുമ്പോഴത്തേക്ക് അവർ നിഷ്കളങ്കമായി പറഞ്ഞാൽ ബാക്കി ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം വിളിക്കും. നീ ഞങ്ങളെ രക്ഷിച്ചാൽ നന്ദിയുള്ളവരായിരിക്കും. പക്ഷേ ഇവിടെ കരയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ പഴയ പോലെ ചെയ്യും. അതുപോലെ 17:67 കടലിൽ വെച്ച് നിങ്ങൾക്ക് കഷ്ടത നേരിട്ടാൽ അവനൊഴികെ നിങ്ങൾ ആരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ അപ്രത്യക്ഷരാകും. എന്നാൽ നിങ്ങൾ അവൻ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു കളയുകയായി. മനുഷ്യർ ഏറെ നന്ദി കെട്ടവനായിരിക്കും. അതാണ് സംഭവം. പ്രശ്നം വരുമ്പോൾ അവർ വലിയ പ്രശ്നം വരുമ്പോൾ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവർക്കറിയാം അള്ളാഹു എന്നുള്ളത്. അത് കഴിഞ്ഞ് അതിന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ പഴയ പോലെ അവരുടെ കുട്ടി ദൈവങ്ങളെ ആരാധിക്കും. ഇത് അള്ളാഹു പറഞ്ഞു കാണിക്കുന്നു. ഇതെല്ലാം ഖുർആൻ ആയത്തുകളാണ്. അതുപോലെ 29:65 എന്നാൽ അവർ കപ്പലിൽ കയറിയാൽ കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോഴോ അവരതാ പങ്കു ചേർക്കുന്നു. ഇതാണ് അവർക്ക് പ്രശ്നം. മുഹമ്മദ് നബിയും ഖുറൈശികളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അള്ളാഹു എന്നുള്ളൊരു പുതിയ ദൈവത്തെ അല്ല അവിടെ പോയി പരിചയപ്പെടുത്തിയത്. അള്ളാഹു അവർക്ക് ഓൾറെഡി അറിയാം. അവർ അള്ളാഹുവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, പ്രപഞ്ച സൃഷ്ടാവായിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ അധികാരമുള്ള ഒരു ദൈവം, സർവശക്തനായ ദൈവം, പ്രപഞ്ച സൃഷ്ടാവായിട്ടാണ് അവർ ആരാധിക്കുന്നത്. പക്ഷേ പങ്കു ചേർക്കും, മറ്റുള്ള ആൾക്കാരെയും കൂടെ പ്രാർത്ഥിക്കും. അത് പാടില്ല എന്ന് പറഞ്ഞാണ് അവർ ഇത്രയും അടിച്ചത്, പീഡിപ്പിച്ചത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന കാര്യത്തെ എങ്ങനെ നീ എതിർക്കും? ഇത്രയേ ഉള്ള വിഷയം, അല്ലാതെ പുതിയൊരു ദൈവസങ്കല്പമല്ല. അപ്പോൾ ശിവപിടിക്കൽ പറഞ്ഞത് ശരിയല്ല. അള്ളാഹു പ്രവാചകൻ്റെ മാത്രം മനസ്സിലുണ്ടായ ഒരു സംഭവമാണെന്നുള്ളത് അത് സാധാരണ ഇസ്ലാമിനെ കുറിച്ച് ഒരു ഏകദേശം ചെറിയ ഐഡിയ ഉള്ളവർ പോലും പറയത്തില്ല. പക്ഷേ എന്തുകൊണ്ട് ശിവപിടിക്കൽ പറയുന്നത് നമുക്കറിയത്തില്ല. അതുപോലെ 30-33 ഖുർആൻ്റെ ജനങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ തങ്ങളുടെ രക്ഷിതാവിലേക്ക് തിരിഞ്ഞുകൊണ്ടും അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ തൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവർക്ക് അവർ അനുഭവിച്ചാൽ അവരിൽ നിന്നും ഒരു വിഭാഗമത തങ്ങളുടെ രക്ഷാതാവിനോട് പങ്കുചേർക്കുന്നു. അപ്പോൾ അപകടം വരുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുന്നു. അതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അതിലൊരു ചില ആൾക്കാർ മാറി പിന്നെയും പഴയ പോലെ അവിടെ കുട്ടി ദൈവങ്ങളെയും മറ്റ് ദിവ്യപുരുഷന്മാരെയും മനുഷ്യരുടെ ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു. അതുപോലെ 30-34 അങ്ങനെ നാം അവർക്ക് നൽകിയതിന് നന്ദികേട് കാണിക്കുക എത്രയും അവർ ചെയ്യുന്നത്. ആകയാൽ നിങ്ങൾ സുഖം അനുഭവിച്ചു കൊള്ളുക, വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. പക്ഷേ അത് വലിയൊരു തെറ്റാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. അതല്ലാതെ ആരാധിച്ചാലും നരകത്തിൽ പോകും, വെറുമൻ്റെ നരകമാണ്, അതിന് പാപമോചനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനകത്ത് താക്കീതുകൾ പറയണം, വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയുള്ള സംഭവം ഞാൻ ഇനിയിപ്പം ഇത് മാത്രം പറഞ്ഞു പോകാൻ 3:32 അതുപോലെ 39:8 39:49 41:51 10:18 39:3 6:94 39:43 അവർ ശുപാർശ ചെയ്യുന്ന വിശ്വസിച്ചില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. 39:43 അതല്ല, അള്ളാഹുവിന് പുറമേ അവർ ശുപാർശക്കാരെ സ്വീകരിച്ചിരിക്കുകയാണോ? പറയുക, അവൻ ശുപാർശക്കാരെ യാതൊന്നും അതിനെപ്പെടുത്തുകയോ ചിന്തിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നെങ്കിൽ അവരെ ശുപാർശകർ ആക്കുകയോ. 39:44 പറയുക, അള്ളാഹുവിനാകുന്ന ശുപാർശ മുഴുവൻ, അവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമികളുടെയും അധിപത്യം, പിന്നീട് അവനിലേക്ക് തന്നെയാണ് നിങ്ങൾ മുടക്കപ്പെടുന്നത്. ഇതൊന്നും ആരും ശുപാർശ ചെയ്യാൻ മുതൽ ഒന്നും ഇതിൻ്റെ ഫുൾ അധികാരം അള്ളാഹുവിൻ്റെ പുറത്താണ്. ആരും ശുപാർശ അള്ളാഹു കേൾക്കത്തില്ല. അള്ളാഹു അനുവദിച്ചാൽ മാത്രം ചെയ്യും. അത് സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അള്ളാഹു അനുവദിക്കുമ്പോൾ ചില ആൾക്കാർ അള്ളാഹു ശുപാർശിക്കാൻ പറയും. അതും അള്ളാഹുവിൻ്റെ ഇതാണ്. അല്ലാതെ ആരും ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അതുപോലെ ശുപാർശ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന് അറിയാത്ത കാര്യമാണ് ശുപാർശ ചെയ്യുന്നത്. അതും ചോദിക്കുന്നത്. നിങ്ങൾ ശുപാർശിക്കാൻ ആളിനെ കൊണ്ടുവരുമെന്ന് പറയുന്നു.
എനിക്കറിയാത്ത കാര്യം അവരെന്തെങ്കിലും പുതിയതായിട്ട് എന്നെ പഠിപ്പിക്കുമോ? എനിക്കറിയാമല്ലോ. ശുപാർശ വേണ്ടത് ആർക്കാണ്? ഇപ്പോൾ എന്നെ ആർക്കും അറിയത്തില്ല. എന്നെ ഒരു മന്ത്രി അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു MLA ആരെങ്കിലും പരിചയപ്പെടുത്തണം, എൻ്റെ കോളനിയിലുള്ള ആളാണ്, ആൾക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് എന്നെ ശുപാർശ കൊടുക്കണം. അല്ലാതെ ശുപാർശ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, എല്ലാവരും അറിയാം, എന്നെ അറിയാം, എറുമ്പിനെ അറിയാം, എല്ലാവരും അറിയാം. അല്ല, അപ്പം അങ്ങനെ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഒരാൾ പോയി പുതിയ ശുപാർശ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ അല്ല വിചാരിക്കുന്നതിനല്ല നല്ല പയ്യനാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട് ഒറ്റ കാര്യത്തിൽ. എനിക്ക് വല്ല പുതിയ കാര്യം നിങ്ങൾ പറഞ്ഞു തരികയാണോ? എനിക്കറിയാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശുപാർശ എന്നെ പഠിപ്പിച്ച് തരുവാണോ എന്നുള്ളത്. അപ്പം ആ ശുപാർശ ആ കാരണവും ശരിയല്ല. നിങ്ങൾ പങ്കുചേർക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ശുപാർശയും ശരിയല്ല. അങ്ങനെ ഇത് മൊത്തത്തിൽ നിങ്ങൾ കാണാം. ഇനി അള്ളാഹുവിൻ്റെ വിശേഷങ്ങൾ നോക്കുക. ഏകനാന്ന്, അതായത് പ്രപഞ്ച സൃഷ്ടാവാന്നുള്ള ദൈവത്തിനുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും കാണാം. ഒന്നുപോലും ഒരു പ്രപഞ്ച സൃഷ്ടാവിന് ചേരാത്ത ഒരു ആട്രിബ്യൂട്ടും ഖുറാനിൽ കാണത്തില്ല. നിങ്ങളത് ഓരോരോ നമ്പർ പറഞ്ഞു പോകാം, ഒരുപാട് നമ്പറുണ്ട്, ഓരോ റെഫറൻസ് പറയാം. അള്ളാഹു ഏകനാണ്, അവനെ പോലെ ആരുമില്ല എന്നുള്ളത് 2-133, 2-163, 4-171, ഇനി കുറേ ഉണ്ട്, ഞാൻ അത് പറയുന്നില്ല. ഒന്നിൽ കൂടുതൽ ദൈവങ്ങളില്ല എന്നുള്ളത് 17:42, 21-22, 23-71, ഇതെല്ലാം ഖുറാൻ റെഫറൻസാണ്. ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അതല്ലാതെ ഒരു ദൈവമില്ല. അള്ളാഹുവിന് യാതൊരുവിധ ബലഹീനതകളും ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരു മനുഷ്യനെ ആരാധിക്കുമ്പോൾ ആ മനുഷ്യൻ നമ്മൾ മുമ്പിൽ തന്നെ കഴിക്കുന്ന കാണാം, മരിക്കുന്ന കാണാം, അസുഖപ്പെടുന്ന കാണാം, എല്ലാ വേദനകൾ അനുഭവിക്കുന്ന കാണാം, അസുഖം വരും, എല്ലാം ചെയ്യും. അവസാനം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ കക്കൂസിലും പോകണം. ഇതാണ് മനുഷ്യൻ, ബലഹീനത ഉള്ളവനാണ്. അള്ളാഹു പറയുന്ന നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിന് അങ്ങനെ ബലഹീനതകളില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്ത് കാണിക്കും. ഒരു 5 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് ഒരു 4 മണിക്കൂർ 2 മണിക്കൂർ മൂത്രം ഒഴിക്കാതെ നിന്ന് കാണിക്കാൻ പറയും. ദൈവം എന്ന് പറയുന്ന ആരാണെങ്കിലും, ലോകത്ത് ദൈവം എന്ന് ആരാധിക്കുന്ന ആരാണെങ്കിലും കൊണ്ട് ടെസ്റ്റ് നിർത്ത്. ഈ ഒരു ടെസ്റ്റ് മാത്രം കൊടുത്താൽ മതി. പറ്റത്തില്ല. വെള്ളം കുടിച്ചാൽ മൂത്രം ഒഴിച്ചേ പറ്റൂ. അപ്പം ദൈവം അള്ളാഹു, യഥാർത്ഥ ദൈവം, ഏകദൈവം എന്ന് പറഞ്ഞാൽ അള്ളാഹു, ഈ പ്രപഞ്ച സൃഷ്ടാവ്, ഇതിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്, വിമുക്തവനാണ്. ഇതൊന്നും ഇല്ല അവന്, ഈ ഒരു ബലഹീനതകളും ഇല്ല. അതാണ് 2-255. അള്ളാഹു ഉറങ്ങില്ല, മനുഷ്യനാണ് ഉറങ്ങേണ്ടത്, ക്ഷീണം വരുന്നത്. അതൊന്നും അള്ളാഹുവിനില്ല. നിങ്ങൾ ആരാധിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ ബലഹീനതകൾ കാണും. ആരാലും ഏത് വിഭാഗമാണെങ്കിലും ഏത് മതമാണെങ്കിലും നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ദൈവം ഇങ്ങനെയാണോ എന്നുള്ളത്. അള്ളാഹുവിന് ക്ഷീണം ഉണ്ടാവുകയില്ല. 2-255, 50-38. അള്ളാഹുവിന് മരണമില്ല. 2-255, 3-2, 20-111, 25-58. അള്ളാഹുവിന് മറവിയില്ല. 19-64, 20-52. അള്ളാഹുവിന് വിശപ്പോ ദാഹമോ ഉണ്ടാവുകയില്ല. 6-14, 22-37, 51-57. ഇതെല്ലാം നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അള്ളാഹുവിന് സഹായികൾ ആരുമില്ല. 17-111. അള്ളാഹുവിന് നിരർത്ഥകമായ ഒന്നും ചെയ്യുകയില്ല. അത് 3-191. അള്ളാഹു ഒന്നിനെ ആശ്രയിക്കുന്നില്ല. 2-48. അള്ളാഹുവിന് ഇണയില്ല. 6-101. അള്ളാഹുവിന് മകനില്ല. 2-116. ഇത് മകനുണ്ട് എന്ന് പറയുന്ന വിഭാഗങ്ങൾക്കുള്ള മറുപടിയാണ്. ഒരുപാട് ആയത്തുകളുണ്ട്. 4-171, 6-100 ഒരുപാടുണ്ട്. അള്ളാഹുവിന് പെൺമക്കളില്ല. പെൺമക്കളുണ്ടെന്ന് ഖുറൈശികൾ പറഞ്ഞു. അതില്ല എന്ന് അള്ളാഹു പറയുന്നു. 6-100, 16-57, 17-40. അള്ളാഹുവിന് മാതാപിതാക്കളില്ല. അള്ളാഹുവിന് 57-3, 112-3. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കുക. നിങ്ങളുടെ ആ വിശ്വാസങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പ്രപഞ്ച സൃഷ്ടാവിന് എക്സാക്റ്റായിട്ട് നമുക്ക് എങ്ങനെല്ലാം ആട്രിബ്യൂട്ട്സ്, കറക്റ്റായ ആട്രിബ്യൂട്ട്സ്, ലോജിക്കലായ ആട്രിബ്യൂട്ട്സ് കൊടുക്കാവോ, അതെല്ലാം ഇതിനകത്തുണ്ട്. ഇങ്ങനെല്ലാമാണ് നിങ്ങളുടെ അള്ളാഹു. ഇങ്ങനെ ഒരു ബലഹീനതകളില്ല, ഒന്നുമില്ല. പെർഫെക്റ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ലോജിക്കലായിട്ട് ഒരു പ്രപഞ്ച സൃഷ്ടാവിന് എന്താ വേണോ അതെല്ലാം ഖുറാനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു ആണെന്ന് പറഞ്ഞു, അത് അള്ളാഹു ആണെന്ന് അവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് ഈ ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ഒന്ന് പിഴച്ചു പോയാലും നിങ്ങൾ ഇതിനകത്ത് ഔട്ടായിപ്പോയി എന്നർത്ഥം. നിങ്ങൾ യഥാർത്ഥ ദൈവത്തെ എല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളത്. അപ്പം ഈ ഫസ്റ്റ് തെളിവ് ശുഭപീഠികൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എവിടെയും പുതിയതായിട്ട് കൊണ്ടുവന്ന് പ്രവാചകൻ ചേർത്തതല്ല. അത് അവിടെ തന്നെ അവർ വിശ്വസിച്ചിരുന്ന ഏകദൈവ സൃഷ്ടാവിൻ്റെ തന്നെയാണ് അള്ളാഹു എന്ന് പ്രവാചകൻ പറഞ്ഞത്. പക്ഷേ എന്താണ്, നിങ്ങൾ മറ്റുള്ള ദൈവങ്ങളെയും മറ്റുള്ള ആരാധന വസ്തുക്കളെയും നിങ്ങൾ ചേർത്ത് പങ്കുകേറാക്കുന്നു, അത് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ഇവിടെ മെയിൻ സിസ്റ്റം. പിന്നെ അള്ളാഹു ഏകനാന്നുള്ളതും ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. ഇത് കഴിഞ്ഞ് ഇനി അടുത്തത് അള്ളാഹു മുഹമ്മദ് ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ആരാധനകളിലും മുഹമ്മദ് നബിയും ചേർത്ത് വയ്ക്കുന്നു, അല്ലെന്ന് തെളിയിച്ചാൽ ഞാൻ മുസ്ലിം ആകാം എന്നുള്ളതാണ് ചലഞ്ച്. ഈ ചേർത്ത് വയ്ക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം. ഇവർ പറയേണ്ട ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും നമ്മുടെ ഷഹാദത്ത് കലിമ തന്നെ ഒരാൾ മുസ്ലിം ആണെങ്കിൽ തന്നെ അയാൾ പറയേണ്ട ഒരു വാക്യം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യൻ ആരുമില്ല, മുഹമ്മദ് നബി അവൻ്റെ പ്രവാചകനും ദൂതനും അടിമയുമാണ് എന്നുള്ളതാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ ഇവർ പറയുന്നത് കണ്ടോ, അള്ളാഹു ഏകദൈവം എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ മുഹമ്മദ് നബിയുടെ പേരും വന്നില്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന് മുഹമ്മദ് നബി വിട്ടിട്ട് ഒരു അള്ളാഹു ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തുള്ള മർമ്മം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മുഹമ്മദ് നബിയും അള്ളാഹു എന്നാണോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? അല്ല, മുഹമ്മദ് നബി അള്ളാഹു അല്ല, ഒരു ദൂതൻ മാത്രമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു കാലത്തും നിങ്ങൾ വഴിതെറ്റിപ്പോരുത്. ഏത് പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹു ആണ്, അല്ലെ അള്ളാഹുവിൻ്റെ കഴിവുള്ള ആളാണ് എന്ന് ഒരു കാലത്തും നിങ്ങൾ തെറ്റിപ്പോരുത്. അത് മറക്കാതിരിക്കാനാണ് ഓരോ സമയത്തും അള്ളാഹു ദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ പ്രവാചകൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ നാൾ പ്രവാചകനാണ്. അള്ളാഹു നേരിട്ടല്ല നമ്മുടെ പറഞ്ഞത്, പ്രവാചകനാണ് നമുക്കിത് പറഞ്ഞത്. ആ പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ ദിവ്യത്വം കൽപ്പിക്കരുത്. അദ്ദേഹം ഈ ഭൂമി വിട്ട് പോയതിന് ശേഷം അദ്ദേഹത്തെ ദൈവമാക്കരുത്, അദ്ദേഹത്തെ ആരാധിക്കരുത്, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കരുത്. എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ വഴിതെറ്റിപ്പോയത് അതുപോലെ ആവരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഇതിലും
അല്ലാഹ് പ്രവാചകൻ റസൂലാണ്, ദൈവദൂതൻ മാത്രമാണ്, അല്ലാഹുവിൻ്റെ അടിമ മാത്രമാണെന്ന് ഓരോ സമയത്തും പറയുന്നത്. അത് പക്ഷേ നിങ്ങൾ നേരെ ഓപ്പോസിറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് അല്ലാഹുവിന് ഈക്വലാണെന്ന് നിങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ കൂടെ ആരാധിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു നരേഷൻ ഉണ്ടാക്കി ശിബി പിടിക്കുന്ന മനസ്സിലാതെ അങ്ങനെ ആയി. അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ ഒരിക്കലും. ബാങ്കിലും നിങ്ങൾ ഒരു ഉദാഹരണം പറയുന്നത്, ബാങ്കിലും അല്ലാഹുവിൻ്റെ കൂടെ ചേര് പറയുന്നു. അത് അല്ലാഹുവിൻ്റെ കൂടെ പേര് പറയുന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂൽ മാത്രമാണ്, അല്ലാഹു അല്ല എന്നും ആവർത്തിച്ച് ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു മുസ്ലിമും പോയി പ്രവാചകത്തെ ആരാധിക്കത്തില്ല. അതെന്താ? അത് ഇത്ര വർഷം 1400 വർഷമായല്ലോ. ആരൊക്കെയോ ദൈവം ഇല്ല എന്ന് പറയുന്ന നാസ്തികന്മാർ, EVK പെരിയാർ പോലെയുള്ള ആൾക്കാർ പോലും ദൈവമായിട്ട് ആരാധിക്കപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ജന്മദിനത്തിൽ EVK പെരിയാർ എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. നാസ്തികന്മാർ തന്നെ അയാളുടെ ശില്പത്തിന്, അയാളുടെ പ്രതിമയ്ക്ക് പോയി മാല ഇട്ടിട്ട് അയാളുടെ ബർത്ത്ഡേ കൊണ്ടാടുന്നത് കാണാം. ബുദ്ധിയുണ്ട്, ഞങ്ങൾ ലോജിക്കിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ യുക്തിവാദികളാണ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അവരുടെ നേതാവ് ദൈവം ഇല്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹം എന്താണ് എതിർത്തത്? ഇങ്ങനെ ശില്പങ്ങൾക്ക് പോയി പഴവും പൂവും ഒക്കെ കൊണ്ട് കൊടുക്കുന്നതിനാണ് അദ്ദേഹം എതിർത്തത്. അതേ സംഭവം ഇവർ അവരുടെ നേതാവിന് തന്നെ ചെയ്യുന്നു. 100 വർഷമായി കാണത്തില്ല. അതും 1400 വർഷമായിട്ടും പ്രവാചകൻ ആരാധന ആരും ഒരു മുസ്ലിം നൽകാത്ത എന്താണ്? അത് അത്ര അടിസ്ഥാനം സ്ട്രോങ് ആയിട്ട് ഇട്ടതുകൊണ്ടാണ്. അല്ലാഹു വേറെ മനുഷ്യന്മാർ, അല്ലാഹു വേറെ മനുഷ്യന്മാർ, പ്രവാചകനാണെങ്കിലും പ്രവാചകൻ മനുഷ്യൻ തന്നെയാണെന്ന് എത്ര ആയത്തിൽ കാണാം ഖുർആനിൽ. എനിക്ക് ഇതറിയില്ല, ഭാവി അറിയില്ല, ഭാവി അറിയാമെങ്കിൽ എനിക്ക് നല്ലത് മാത്രം സമ്പാദിക്കുമായിരുന്നു. ഇതെല്ലാം ഖുർആൻ ആയത്തില്ല, ഞാൻ നമ്പർ ഇപ്പോൾ പറയുന്നില്ല, ഓടിച്ച് പറഞ്ഞു പോവാണ്. അല്ല, താൻ ദൈവമല്ല 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 എന്ന് എത്ര വട്ടം പറഞ്ഞു, പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞു. അതുപോലെ ഈസായെ പോലെ എന്നെ പുകഴ്ത്തരുത്, എന്നെ മുൻപഴിഞ്ഞ് പോയ എൻ്റെ സഹോദരനായ ഈസായെ അവിടെ സമുദായം അതിരില്ലാതെ പുകഴ്ത്തി അദ്ദേഹത്തെ ദൈവതുല്യനാക്കി. എന്നെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്നെ എന്തെങ്കിലും നല്ലത് ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലാഹുവിൻ്റെ അടിമ എന്ന് മാത്രം പറയാം, അബ്ദുല്ലാ എന്ന് മാത്രം എന്നെ വിളിക്കുക, അല്ലാഹുവിൻ്റെ അടിമ മാത്രം എന്നെ വിളിക്കുക. എല്ലാ സാധ്യതകളും, അദ്ദേഹത്തെ ദൈവമാക്കാനുള്ള എല്ലാ സാധ്യതകളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തടയിട്ടു. ഇപ്പം ഞാൻ വന്നാൽ എഴുന്നേറ്റ് നിൽക്കരുത്, അതിഷ്ടമല്ല. അപ്പോൾ അസ്സലാമു അലൈക്കും ആദ്യം പറയുന്ന ആൾക്ക് 2 കൂലി, രണ്ടാമത് പറയുന്ന ആൾക്ക് 2ാമത്തെ കൂലി. പ്രവാചകൻ ഒരു ഹാൻഡ് ഷേക്ക് കൈ നീട്ടിക്കഴിഞ്ഞാൽ ഒരാൾ നേരെ വന്ന് പ്രവാചകൻ്റെ അടുത്ത് കൈ നീട്ടിക്കഴിഞ്ഞാൽ പ്രവാചകൻ കൈ നീട്ടും. തിരിച്ച് അയാൾ എടുക്കുന്നവരെ പ്രവാചകൻ കൈ എടുക്കില്ല. അപ്പം ഒരു തരത്തിലുള്ള മേന്മയും മറ്റൊരിൽ നിന്നും പ്രവാചകൻ ആഗ്രഹിച്ചില്ല, അത് വരരുതെന്ന് നോക്കി. പിന്നീട് എന്നെ ഒരു മുസ്ലിം, എന്നെ ഒരു ദൈവത്തിൻ്റെ ശക്തിയുള്ള ആളായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പവറെല്ലാം എനിക്കുണ്ടെന്ന് അവർ വിചാരിക്കരുതെന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബീവി എടുത്ത് പറയുന്നതാണ്, ഈ ഭൂമിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, എൻ്റെ സ്വത്ത് വേണമെങ്കിൽ തരാം. അവിടെ വന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു സർവ്വശക്തനാണ്, ഫുൾ കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്. ആ ജഡ്ജ്മെൻറ്റ് എങ്ങനെ ഇരിക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അവിടെ വേണമെങ്കിൽ കറക്റ്റായിട്ട് ജീവിച്ചോളണം. അള്ളാഹുവിനെ അതായത് അള്ളാഹുവിനെ ഭയന്ന് എങ്ങനെ അള്ളാഹു ഞാൻ പഠിപ്പിക്കാൻ വന്ന ആളാണ്. ഞാൻ അള്ളാഹു എന്ന് പറയുന്ന ആ മെസ്സേജ് നിങ്ങൾക്ക് കൺവേ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ പ്രവാചകൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കറക്റ്റായിട്ട് നടന്നാൽ അവിടെ രക്ഷപ്പെടാം. അതുപോലെ അള്ളാഹു എന്നെ അവിടെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എനിക്കറിയത്തില്ല. അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്ത ആളാണ്, എന്നിട്ടും പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ എന്നെ അള്ളാഹു എങ്ങനെ ട്രീറ്റ് ചെയ്യും? ആ സർവ്വശക്തം എന്നുള്ളത്, ആ മൊത്തം അബ്സല്യൂട്ട് അതോറിറ്റി അള്ളാഹുവിന് മാത്രമാണ് എന്ന് ഒരുപാട് പറയുന്നതാണ്. അതിൻ്റെ എല്ലാം ഒരു എക്സാമ്പിൾസാണ് ഞാൻ പറയുന്നത്. പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ അബ്സല്യൂട്ട് അതോറിറ്റി അള്ളാഹു മാത്രമാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് നേരെ ഓപ്പോസിറ്റായിട്ട് പറയുന്നത് മനസ്സിലാവില്ല. പ്രവാചകൻ അള്ളാഹു ഒന്നാന്ന് പറഞ്ഞു, ഒരിക്കലും ഒന്നാവരുത് എന്നുള്ളതിന് ഒരുപാട് ചെയ്തു. അള്ളാഹു തനിക്ക് മുകളിലൊരു സർവശക്തി ഉണ്ടെന്നുള്ള ഭയപ്പെട്ട് ജീവിച്ചു. അതുപോലെ ഒരു ഗുഹയിൽ രക്ഷപ്പെട്ട് പോകുമ്പോഴത്തേക്ക് ഒന്നിച്ചിരിക്കും അബൂബക്കർ റളിയല്ലാഹുവും പ്രവാചകനും. അപ്പോൾ ശത്രുക്കൾ വളരെ അടുത്ത് വന്ന് ഗുഹയുടെ മോളിൽ വന്ന് നിൽക്കും. ആ അബൂബക്കർ പറയും, തീർന്നു, നമ്മളവർ പിടിക്കും, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, നമ്മൾ 2 പേരെ മാത്രമേ നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. ഇപ്പോൾ ഇത് സത്യമായിട്ടും ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ നമ്മൾ ആരെക്കാൾ 100% വിശ്വസിച്ചു എന്നുള്ളതിന് തെളിവാണത്. അപകടഘട്ടത്തിൽ പോലും അള്ളാഹു എന്ന് പറയും. അതുപോലെ ഒരു ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ഗ്രാമവാസി ഒന്ന് പ്രവാചകൻ്റെ വാളെടുത്തിട്ട് ചോദിക്കും, മുഹമ്മദേ എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കുന്നു? ശരിക്കും വിശ്വാസമല്ലാത്ത ആൾ, നിങ്ങൾ പറഞ്ഞത് ചുമ്മാ പറയുന്ന ആളാണെങ്കിൽ അപ്പം പതറിപ്പോയനെ. പതറാതെ അള്ളാഹു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഗ്രാമവാസിയുടെ കയ്യിൽ നിന്ന് ആ വാള് താഴെ പോകും. എന്നിട്ട് ആ വാൾ എടുത്തിട്ട് ചോദിക്കും, നിന്നെ ആര് രക്ഷിക്കുന്നു ചോദിക്കും എൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് അതിനാൾ വെറുതെ വിടും. അപ്പോൾ ഒരു 100% ആ പ്രപഞ്ച സൃഷ്ടാവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വളരെ സക്കാത്തിലൊക്കെ അങ്ങനെ സമ്പത്ത് കുമിഞ്ഞു കൂടി കിടക്കുമ്പോൾ പോലും ഒരു പൈസ എടുക്കത്തില്ല. വീട്ടിൽ ആഹാരം കാണത്തില്ല, അടുപ്പെരിയത്തില്ല, എടുക്കത്തില്ല. താഴെ വീണ് കിടക്കുന്ന ഒരു കാരക്കാണെങ്കിൽ പോലും ഇത് സക്കാത്തിൻ്റെ മുതലാണോ ഭയന്നിട്ട് അത് എടുക്കാതിരിക്കും. വിശന്നിട്ടാണെങ്കിലും അത് എടുക്കത്തില്ല. സ്വന്തം വീട്ടിൽ നിന്നാണോ വെളിയിൽ നിന്നുള്ള സക്കാത്തിൽ നിന്നാണോ എൻ്റെതാണോ എന്ന് അറിയാത്തതുകൊണ്ട് മാത്രം ആ സംശയം കാരണം എടുക്കത്തില്ല. വീട്ടിലൊരു സ്വർണ്ണം കട്ടി കാണും, പെട്ടെന്ന് ഓർത്ത് വരും, ഇതാരോ സക്കാത്തിന് തന്നെയാണെന്ന് പറഞ്ഞ് നിസ്കാരം ഓടിപ്പോയിട്ട് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരും. അപ്പോൾ എന്താ ആൾക്കാർ എന്തിനാ ഓടിയത്? ഇല്ല, ഇപ്പോഴാണ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വന്നു, വീട്ടിലൊരു സക്കാത്തിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്ത് ഞാൻ ആ സമയം അതിന് മുമ്പ് എനിക്ക് മരണം വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ സ്വത്തിനോട് അത് ചേരും. ഇത്ര സൂക്ഷ്മത പാലിച്ച ആൾ എങ്ങനെയാണ് അള്ളാഹു മുഹമ്മദ് ഒന്നാന്ന് നിങ്ങൾ പറയുക? അള്ളാഹു വേറെ തന്നെയാണെന്ന് 100% വിശ്വസിച്ചു. അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഭയന്ന് ജീവിച്ചു, അള്ളാഹുവിന് ഭയന്ന് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഹസൻ ആ സക്കാത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിടുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് അത് വായിൽ നിന്ന് തട്ടിക്കളഞ്ഞ് തുപ്പ് ഇത് നമുക്ക് ഹറാമാണ്, ഇത് പൊതുസ്വത്താണ്, അതിനകത്ത് കൈവയ്ക്കാൻ പാടില്ല, അറിഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കാണാം. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അപ്പം ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു.
അള്ളാഹു വേറെ തന്നെയാണ്, പ്രവാചകൻ വേറെ തന്നെയാണ്. അങ്ങനെയാണ് പ്രവാചകൻ്റെ എല്ലാ ജീവിതം ഉടനീളം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അള്ളാഹു സർവശക്തനായ ദൈവമാണ്, ഞാനൊരു അടിമയാണ് എന്നാണ് പ്രവാചകൻ കംപ്ലീറ്റ് പഠിപ്പിച്ചതും ജീവിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ വെക്കുന്ന നേരെ ഓപ്പോസിറ്റ് വാദമാണ്. അതിന് ഒരു ഇതുമില്ല, എന്താണ് ഒരു പ്രൂഫ് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഈ വാദം വയ്ക്കുന്നത്. തിരുത്തുക. ഇപ്പം ശിവപീഠിക്കൽ ചാലഞ്ചായിട്ട് വെച്ചെങ്കിലും നമ്മൾ ഇത് മുസ്ലിം ആവണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ വിശ്വാസികളോട് ഒന്നടങ്കം ഞാനിത് ചാലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ. ഇതെല്ലാം ഓരോന്ന് വലിയ വലിയ ടോപ്പിക്കായിട്ട് സംസാരിക്കേണ്ടതാണ്. എന്നാലും ഇത് വിചാരിച്ചതിനും കൂടുതൽ സമയമെടുത്തു. ഇൻഷാ അല്ലാ ഇത് കണ്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക. ശിവ വീഡിയോകൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻഷാ അല്ലാ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് മരിക്കാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ.